സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായി മാറിയ നിരവധി പേർ കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ ആളാണ് ശ്രീലക്ഷ്മി സതീഷ്. സാരി ഫോട്ടോഷൂട്ടുകളിലൂടെയും റീൽസ് വീഡിയോകളിലൂടെയുമാണ് ശ്രീലക്ഷ്മി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നതിനിടെ തന്നെ ഇന്ത്യയൊട്ടാകെ തരംഗമായി മാറുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മി. ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ഒരു പോസ്റ്റിലൂടെയാണ് ശ്രീലക്ഷ്മി ഇന്ത്യയിൽ ഒട്ടാകെ വൈറലായി മാറിയത്. അതേ ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കി സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. ഫോട്ടോഗ്രാഫറായ ആഘോഷ് വൈഷ്ണവമാണ് ചിത്രം സംവിധാനം ചെയ്യുക. സാരി എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ലോക സാരി ദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റും രാം ഗോപാൽ വർമ്മ പുറത്തുവിട്ടു. ആഘോഷിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഈ ചിത്രം. രാം ഗോപാൽ വർമ്മയും RGV ഗ്രൂപ്പും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. 5 ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും. സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്ന ശ്രീലക്ഷ്മി തന്റെ പേരും മാറ്റിയതായി രാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തി. ആരാധ്യാദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക. ഇൻസ്റ്റഗ്രാമിലും തന്റെ പേര് ശ്രീലക്ഷ്മി മാറ്റിയിട്ടുണ്ട്. മോഡലായ ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സിനിമയിലേക്ക് ക്ഷണിച്ച രാം ഗോപാൽ വർമ്മയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ മാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു. സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ട തനിക്ക് ചേർന്ന വേഷമാണെങ്കിൽ അഭിനയിക്കുമെന്നായിരുന്നു അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നത്. ഹൈദരാബാദുള്ള രാം ഗോപാൽ വർമ്മയുടെ ഡെൻ എന്ന ഓഫീസിൽ ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ തന്റെ സിനിമയിലെ നായികമാരുടെ ചിത്രങ്ങൾക്കൊപ്പം പ്രിന്റ് ചെയ്തു വെച്ചതുമൊക്കെ വാർത്തയായി മാറിയിരുന്നു. സാരി ഉടുത്തെടുത്ത ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ കണ്ണിലിടുക്കിയതോടെയാണ് ശ്രീലക്ഷ്മി ശ്രദ്ധിക്കപ്പെട്ടത്. ശ്രീലക്ഷ്മിയുടെ റീൽസ് വീഡിയോ കണ്ട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് രാം ഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിയെ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു. പിന്നാലെ ശ്രീലക്ഷ്മിയെ കണ്ടെത്തിയ സംവിധായകൻ നേരിൽ വിളിക്കുകയും സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇത് ബോളിവുഡ് മാധ്യമങ്ങളിൽ അടക്കം വാർത്തയായി മാറിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്ക് ആശംസകളുമായി എത്തിയത്. എന്നാൽ തന്റെ ഫോട്ടോഗ്രാഫറാണ് RGV അന്വേഷിച്ച കാര്യം ആദ്യം തന്നോട് പറയുന്നതെന്നും ശരിക്കും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു എന്നും RGV അന്വേഷിക്കുന്ന ആളെന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം പ്രശസ്തനായ സംവിധായകനാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും ശ്രീലക്ഷ്മി അന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങൾ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്ന RGVക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വിമർശനവും ഉയർന്നിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് നിലവാരം കുറഞ്ഞ സിനിമകൾ എടുത്താണ് RGV വാർത്തകളിൽ ഇടം നേടിയത്. പലതും ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായതിനാൽ തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് രാം ഗോപാൽ വർമ്മ ഇപ്പോൾ സിനിമ എടുക്കുന്നതെന്നും വിമർശനം ഉയർന്നിരുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മോഡലുമാണ് ശ്രീലക്ഷ്മി സതീഷ്. പരസ്യ ചിത്രങ്ങളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട്. അതേസമയം വീഡിയോകളിൽ അതീവ ഗ്ലാമറസ് ആയി ശ്രീലക്ഷ്മി എത്തിയതിനു പിന്നാലെ ശ്രീലക്ഷ്മിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. രൂക്ഷമായ കമന്റുകളുമായി അവർ ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങളെയും വീഡിയോകളെയും ആക്രമിച്ചു. തന്നെ വിമർശിക്കുന്നവരിൽ സ്ത്രീകളും ഉണ്ടെന്ന് ശ്രീലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.